ദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യമാണ്. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ശലോമോൻ യെരൂശലേം ദൈവാലയത്തിന്റെ പണി പൂർത്തീകരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് ഈ അധ്യായത്തിലെ വിഷയം. ദൈവാലയ പണിയെക്കുറിച്ചുള്ള ആഗ്രഹം ആദ്യം ദാവീദിനാണ് ഉണ്ടായതെങ്കിലും ശലോമോനാണ് അത് നിവർത്തിച്ചത്. തിരുവായി കൊണ്ട് അരുളി ചെയ്ത കാര്യങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് എന്ന സന്ദേശമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യർ വാഗ്ദാനങ്ങൾ നൽകുമെങ്കിലും പലതും നിവർത്തിക്കുകയില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല, പറഞ്ഞത് അപ്രകാരം തന്നെ നിവർത്തിക്കുകയും ചെയ്യുന്നു. ദീർഘമായ ഒരു പ്രാർത്ഥനയിലൂടെ ശലോമോൻ തന്റെ തെറ്റുകൾ ഏറ്റുപറയുന്നു, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തീഷ്ണതയെയും അതേസമയം ദൈവത്തിന്റെ ദീർഘക്ഷമയെയും സ്നേഹത്തെയും എടുത്തു പറയുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ദൈവം നിവർത്തിക്കും എന്ന ഉറപ്പും ശലോമോൻ നൽകുന്നു. ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ദൈവം പ്രാർത്ഥന കേൾക്കും എന്ന ഉറപ്പുണ്ടായിരിക്കേണ്ടതാണ്. പലരും പ്രാർത്ഥിക്കുമെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന ഉറപ്പില്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചുവെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിപ്പീൻ എന്ന് നമ്മുടെ കർത്താവ് പറയുകയുണ്ടായി. യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാതനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നു. നമ്മുടെ പ്രാർത്ഥന സ്വർഗം സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത് പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ടതാണ്. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രയേലിന്റെയും യാതനകളെ കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ. പാപനിമിത്തം ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ, ശത്രുവിനോട് തോറ്റിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദേശത്ത് മഹാമാരി, വെൺകതിർ, വിഷമഞ്ഞ്, വെട്ടുക്കിളി, തുള്ളൻ മുതലായവ നിമിത്തം ജനം വിഷമിക്കുമ്പോൾ, വ്യാധികളും ദുഃഖങ്ങളും പെരുകുമ്പോൾ, ജനം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നു. ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ കർത്താവ് എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മൂന്നാമതായി, ദൈവവാക്കുകളിൽ പൂർണ്ണമായ വിശ്വാസം പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ഉണ്ടായിരിക്കണം. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവ് എന്നത്രേ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നതാണ് വ്യവസ്ഥ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് ഏലിയാവിന്റെ അനുഭവത്തിലൂടെ യാക്കോബ് വ്യക്തമാക്കുന്നു. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ഏത് പ്രതിസന്ധികളെയും പരിഹരിക്കും. കോട്ടകളെ ഇടിക്കുവാനും ചങ്ങലകളെ അഴിക്കുവാനും ശക്തിയുള്ളതാണ് പ്രാർത്ഥന. സിംഹങ്ങളുടെ വായടയ്ക്കുവാനും തീയുടെ ബലം കെടുത്തുവാനും പ്രാർത്ഥനയ്ക്ക് കഴിയും. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീയിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. അവർ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം സ്തോത്രമാണ്. പ്രാർത്ഥനയാൽ വൻകാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുമെന്ന് നമുക്കറിയാം. എന്നാൽ സ്തോത്രമർപ്പിക്കുവാൻ പലരും മറന്നുപോകുന്നു. പ്രാർത്ഥിച്ചത് ലഭിച്ചു കഴിയുമ്പോൾ നന്ദി പറയുവാൻ മറന്നുപോകരുത്. ഒരിക്കൽ 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. 10 പേരും ശുദ്ധരായി തീർന്നു. എന്നാൽ അന്യജാതിക്കാരിൽപ്പെട്ട ഒരുവൻ മാത്രമാണ് നന്ദി പറയുവാൻ മടങ്ങി വന്നത്. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? ബാക്കി 9 പേർ എവിടെയെന്ന് കർത്താവ് ചോദിക്കുന്നു. ഇന്നും അനേകർ നന്ദി കെട്ടവരായി ജീവിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ടതിന് ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ചെവി മന്ദമാകുകയോ സഹായിപ്പാൻ കഴിയാതെ വണ്ണം കരങ്ങൾ കുറുതായി പോവുകയോ ചെയ്യാത്തൊരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു.
യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെടുമ്പോൾ ദൈവം നമ്മുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ആകയാൽ വിശ്വാസത്തോടെ, ശ്രദ്ധയോടെ ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് ഉറപ്പോടെ പ്രാർത്ഥിക്കാം. തിരുവായി കൊണ്ട് അരുളിച്ചെയ്തത് തൃക്കൈ നിവർത്തിക്കും. ദൈവം എത്ര വിശ്വസ്തനാണ്! ഈ നല്ല ദൈവത്തോട് നമുക്ക് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തിരുവായി കൊണ്ട് അരുളിച്ചത് തൃക്കൈ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നത് പോലെ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനും അവിടുത്തെ വാഗ്ദാനങ്ങൾ നിവർത്തിക്കുവാനും അവിടുന്ന് ശക്തനായിരിക്കയാൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടും ആശ്രയത്തോടും അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. സർവ്വമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.